ഗൈസ്, ഇതുപോലെയുള്ള അനിമി ആർട്ടുകൾ നിങ്ങൾക്കും ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള അനിമി ആർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു AI മോഡലാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്, Animagine XL. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു XL മോഡൽ ഡൗൺലോഡ് ചെയ്ത് ST-Forgeന്റെ സഹായത്തോടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ST-Forge ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു AI മോഡൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ST-Forgeനകത്ത് ഇടാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്കിനകത്തോട്ട് ചെല്ലാം. സിവിറ്റ് AIക്കകത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിവിറ്റ് AIയുടെ സൈറ്റിൽ വന്നിരിക്കുകയാണ്. കിടക്കുന്നത് നമ്മുടെ Animagine XL. അപ്പോൾ അത് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത ഇമേജുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ AI മോഡൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിറ്റ് AIയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും അക്കൗണ്ട് ഉണ്ടാക്കുക. പേടിക്കേണ്ട, ഫ്രീ ആണ്, അതിന് പൈസ ഒന്നും ഈടാക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഫയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ മോഡൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിൻ മോഡൽ 6.46 GB 46 GB ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പം സാധാരണ രീതി ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഡൗൺലോഡ് ആവില്ല, കാരണം നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞു സൈനപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ സൈനപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫയൽ എന്ന് പറയുന്നത് VAE എന്ന് പറയുന്ന ഫയലാണ്. 300 MB വരും. ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് 2 ഫയലും നമുക്ക് വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, Animagine XLനെ പറ്റിയുള്ള പല യൂസേജ് ഗൈഡ് ലൈൻസിനെ പറ്റിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുക, നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ഇമേജ് ജനറേഷനെ സഹായിക്കും കേട്ടോ. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പല ആളുകളും ജനറേറ്റ് ചെയ്ത ഇമേജുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാനും ഉണ്ട്. ഇത് ഞാൻ ജനറേറ്റ് ചെയ്തതാണ് കേട്ടോ, ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇനി താഴോട്ട് കാണാൻ പറ്റും കേട്ടല്ലേ. അപ്പോൾ ഗൈസ്, ഈ ഇമേജുകൾക്കെല്ലാം, മിക്കവാറും ഇമേജുകൾക്കെല്ലാം അതിൻ്റെ എന്താ പറയുക, പ്രോംപ്റ്റുകൾ ലഭ്യമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഉണ്ട് കണ്ടില്ലേ, ആ ഐക്കണെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോംപ്റ്റ് കാണാൻ പറ്റും കണ്ടില്ലേ. അപ്പോൾ ഈ പ്രോംപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പോസിറ്റീവ് പ്രോംപ്റ്റ് ഉണ്ട്, നെഗറ്റീവ് പ്രോംപ്റ്റ് ഉണ്ട്. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്തി നോക്കാം. ഓക്കെ, അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റുകൾ ഇവിടെ ഇതിൻ്റെയും പ്രോംപ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് മാനുവലായിട്ട് നിങ്ങളുടെ തന്നെ പലതും അങ്ങ് ചേർക്കുക കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ 2 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, ക്ലോസ് ചെയ്യാം. നമുക്കിനി അത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം. ഡൗൺലോഡ്സിനകത്ത് വരാം. കിടക്കുന്ന നമ്മുടെ Animagine XL. ഇത് നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ST-Forgeനകത്ത് കയറാം. WebUI-കകത്ത് കയറാം. ഇതിനകത്ത് മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വരിക. ഇവിടെ stable diffusion എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വരിക. പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. തിരിച്ച് ഡൗൺലോഡ്സിനകത്ത് വരിക. നമ്മുടെ XL VAE എന്ന് പറയുന്ന ഫയൽ കട്ട് ചെയ്യുക. WebUI-Forgeനകത്ത് കയറാം. WebUI-കകത്ത് കയറാം. താഴോട്ട് വരാം. ഇതിനകത്ത് മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കയറാം. എന്നിട്ട് VAE എന്ന് പറയുന്ന ഫയൽ ഫോൾഡർ കണ്ടുപിടിക്കുക. ഇതാണ്, അതിനകത്ത് കയറാം. റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. ഇനി നമ്മുടെ ST-Forgeൻ്റെ മെയിൻ ഫോൾഡറിനകത്ത് വരാം. മെയിൻ ഫോൾഡർ. ഓക്കെ, അവിടെയാണ് ഈ run.bat എന്നൊക്കെ പറയുന്ന ഫയൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ST-Forge റൺ ചെയ്യണം. അപ്പോൾ ഈ run.bat ആ ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അധികം വൈകാതെ നമ്മുടെ ST-Forge റൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ST-Forge റണ്ണായിരിക്കുകയാണ്. ഇനി നമ്മുടെ എന്താ പറയുക, ഈ മോഡൽ ചെക്ക് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെക്ക് പോയിൻ്റിനകത്ത് വരിക കേട്ടോ. ഇവിടെ നമ്മുടെ എന്താ പറയുക, Animagine XL എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ കാണിക്കും. ഇഷ്ടംപോലെ മോഡൽസ് നിങ്ങളുടെ വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്, Animagine XL കണ്ടുപിടിച്ച് സെറ്റ് ചെയ്യുക. പിന്നെ VAE ടെക്സ്റ്റ് എൻകോഡർ അതിനകത്ത് വരിക. ഈ ഒരു ചെറിയ ആരോയിൽ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സെലക്ട് ചെയ്യുക STXL VAE.SafeTenses. അപ്പോൾ അത് സെലക്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശേഷം ഇവിടെ UAE എന്ന് പറയുന്ന ഭാഗത്തില്ല, അവിടെ വരിക. ഇവിടെ XL എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റം വന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രോംപ്റ്റ് കിടക്കുന്നത്. ഇത് പോസിറ്റീവ് പ്രോംപ്റ്റ് ആണ്. ഇതിനകത്ത് എന്താണോ നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ടൈപ്പ് ചെയ്യണം. നെഗറ്റീവ് പ്രോംപ്റ്റിനകത്ത് എന്ത് വരരുത് അത് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും വെറുതെ എന്തിനാണ് സമയം കളയുന്നതെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും കറക്റ്റായ സ്ഥലങ്ങളിൽ കോപ്പി ചെയ്തിടാം. ഓക്കെ, അപ്പം പോസിറ്റീവ് പ്രോംപ്റ്റിനകത്ത് ഞാൻ കുറേ ഇൻഫർമേഷൻ അടിച്ചിട്ടു, നെഗറ്റീവ് പ്രോംപ്റ്റിനകത്ത് കുറേ അടിച്ചിട്ടു. ഓക്കെ, ഇനി ഒന്നും ചെയ്യാനില്ല, ജനറേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുകയുള്ളൂ. അതായത് ക്ലിക്ക് ചെയ്തേക്കുക, അധികം വൈകാതെ ജനറേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ. ഓക്കെ, കൊള്ളാമല്ലേ. അപ്പോൾ ഇനി എൻ്റെ ഇഷ്ടം പോലെ പ്രോംപ്റ്റുകൾ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ഈ ജനറേഷൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സാമ്പിളിംഗ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഭാഗമുണ്ട് കേട്ടില്ലേ. അപ്പോൾ ഈ ഒരു AI മോഡൽ ഉണ്ടാക്കിയ ആൾ പലപ്പോഴും അയാൾ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്, ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ്. അതായത് ഊളർ എന്ന് പറയുന്നത്, അതായത് ഊളർ ആൻസെസ്ട്രൽ. ഓക്കെ, വായിക്കൊള്ളാത്ത പേരാണ്, ആൻസെസ്ട്രൽ അങ്ങനെ ഏതാണ്ട്.
ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യാം. സ്കെഡ്യൂൾ ടൈപ്പ് നമുക്ക് യൂണിഫോം ഇടാം. ഗൈസ്, ഇതിൽ പലത് നിങ്ങൾക്ക് എടുക്കാം. അത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇമേജിനകത്ത് മാറ്റം വരും. ഓക്കെ, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്ക് പലതൊക്കെ ട്രൈ ചെയ്യാം. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് ഞാൻ നിങ്ങളോട് മറ്റൊരു വീഡിയോ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് എല്ലാ AI മോഡൽസിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഇത്ര റെസൊല്യൂഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. ആ റെസൊല്യൂഷനുള്ള ഇമേജുകളാണ് ജനറേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ റെസൊല്യൂഷൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു AI മോഡലിന് കുറച്ചുകൂടി കൂടിയ റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ CVTAയ്ക്കകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് പറ്റിയ റെസൊല്യൂഷൻ എന്നുള്ളത്. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ബട്ട് ഇങ്ങനെ ഈ റെസൊല്യൂഷന് മാറ്റം എപ്പോഴും എന്താ പറയുക, ജനറേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ട്. അത് അപ്സ്കെയിൽ ചെയ്യണ്ടേ. അത് അപ്സ്കെയിൽ ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമ്മുടെ ST-Forge ഓഫർ ചെയ്യുന്നുണ്ട്. അത് എവിടെയാണെന്ന് നോക്കാം. ഇതാണ് ഹൈറസ് ഫിക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. അപ്പോൾ ഈ ഇവിടെ അപ്സ്കെയിലർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പലതരത്തിലുള്ള അപ്സ്കെയിലറുകൾ കാണാൻ പറ്റും, കണ്ടില്ലേ. ഇതിനകത്ത് എന്താ പറയുക, ഇസർഗാൻ അങ്ങനെ ഏതാണ്ട് ഒരു വായിക്കൊള്ളാത്ത പേര്. ഓക്കെ, 4x+ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതല്ലാതെ തന്നെ ലേറ്റൻ്റ് അങ്ങനെയുള്ള പല ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പലതും ട്രൈ നോക്കാം. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ശേഷം അപ്സ്കെയിൽ ബൈ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് എത്ര മടക്കം അപ്സ്കെയിൽ ചെയ്യണം അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 2 ആണെങ്കിൽ 2, അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ അതിൻ്റെ താഴെ. അപ്പോൾ ഞാനിവിടെ 2 ആക്കിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ. ഔട്ട്പുട്ടിൻ്റെ റെസൊല്യൂഷൻ എത്ര ആയിരിക്കും വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഒത്തിരി ഒന്നും ഇടരുത്. നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡിന് നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. പിന്നെ ഉള്ളത് ഡീനോയ്സിങ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു 5, 6, 7 അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് ഇമേജിനകത്ത് വ്യത്യാസങ്ങൾ വരും കേട്ടോ. അതായത് ഐറസ് നിങ്ങൾ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഐറസ് ഉപയോഗിക്കുന്നതാണ് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമേജിനകത്ത് ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടായിരിക്കും അവിടെ ഇവിടെ ആയിട്ട്. നിങ്ങൾക്കത് പല ഡീനോയ്സിങ് സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും അതിലൊക്കെ ഞാൻ പോകുന്നില്ല. പിന്നെ ഏകദേശം ഈ ഹൈറസ് CFG സ്കെയിൽ ഇതൊക്കെ വെച്ച് പരീക്ഷണം നടത്താം. പിന്നെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇത് ഇമേജിൻ്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ ഇത് ഒത്തിരി സ്റ്റെപ്സ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് സമയം പിടിക്കും, നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡിന് കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, എന്തായാലും നമ്മൾ ഇതാണ്ട് ഈ ഒരു റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് 2 മടങ്ങെന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൈസ് വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് കൊടുക്കാമെങ്കിൽ അവസാനം ഉപയോഗിച്ച സീഡ് വാല്യൂ ഇവിടെ വരും. ഓക്കെ, അപ്പം ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സീഡ് വാല്യൂ ഇതാ ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസൊക്കെ മാറ്റം വരുത്തി ചെക്ക് ചെയ്യാം. ഓക്കെ, ഓർക്ക് സീഡ് വാല്യൂ മാറിക്കഴിഞ്ഞാൽ ഇമേജ് ജനറേഷനകത്ത് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഈ സീഡ് വാല്യൂ ഒന്ന് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റം വരുത്തി നോക്കാം, എന്താണ് ആ ഇമേജിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ അങ്ങ് വെക്കാം. അപ്പോൾ ഞാനിത് ഈ ഹൈറസ് കൂട്ടി എല്ലാം കാര്യം ശരിയാക്കി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജനറേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അധികം വയ്യാതെ ജനറേഷൻ ആകുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, പിന്നെ ഒരു കാര്യം നിങ്ങളിപ്പോൾ തന്നെ കാണാൻ പറ്റും, നമ്മൾ പല ഓപ്ഷനും മാറ്റിയപ്പോൾ തന്നെ ഇമേജ് ജനറേഷനകത്ത് വ്യത്യാസം വന്നു, കണ്ടില്ലേ. ഞാനിവിടെ പ്രോംപ്റ്റിനകത്ത് ഒരു വ്യത്യാസം കൊണ്ടുവന്നില്ല, കണ്ടില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഓരോ സെറ്റിങ്സ് നമ്മുടെ ഈ ഇമേജ് ജനറേഷനെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. പല ഓപ്ഷൻസ് ട്രൈ നോക്കുക. നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇമേജ് ജനറേഷൻ്റെ ഔട്ട് എടുക്കുന്നിടം വരെ ഒന്ന് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സ് കാർഡ് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, വലിയ കഷ്ടപ്പാടൊന്നുമില്ല, എന്നാൽ എയറോപ്ലെയിൻ ഓടുന്ന പോലെയാണ് ഓടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ആ ഇമേജ് എടുക്കാം, നമുക്കൊന്ന് സൂം ചെയ്യാം. ഇതാ കണ്ടില്ലേ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയുടെ വ്യത്യാസം കാണണമെന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ തന്നെ അപ്സ്കെയിൽ ചെയ്തതാണ് 1080p ആയിട്ട്. കാരണം അതിൻ്റെ താഴെയാണ് എൻ്റെ മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്സ്കെയിൽ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വ്യത്യാസം ചിലപ്പം ശരിക്കും ശ്രദ്ധിക്കണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ജനറേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഇതാണ് അപ്സ്കെയിൽ ചെയ്ത ഇമേജാണ്, കണ്ടില്ല. ഒറിജിനൽ ഇമേജിൽ നിന്നും വളരെ വലുതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ഫോൾഡറിനകത്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കയറാം. ഇവിടെ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കയറാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്സ് എല്ലാം വരുന്നത്, കണ്ടില്ലേ. നമ്മുടെ ഇമേജിൻ്റെ സൈസ് കൂടിയത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 3 MB ആയിട്ടുണ്ട്. കുറച്ചുകൂടി ലാർജ് ആക്കട്ടെ. ഓക്കെ, ഇതാ കിടക്കുന്നു ഇപ്പോൾ ജനറേറ്റ് ചെയ്ത്, കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് നേരത്തെ ജനറേറ്റ് ചെയ്തതിൻ്റെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ. ഈ റെസൊല്യൂഷനാണ് ഇവിടെ വരുന്ന റെസൊല്യൂഷനാണ്. അതായത് ഈ ഒരു ഫോൾഡർ ഒന്ന് മിനിമൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്യുന്ന റെസൊല്യൂഷനാണ് നമ്മളിവിടെ കാണുന്നുണ്ടല്ലേ. ശേഷം നമ്മൾ ഹൈറസ് ഫിക്സ് എന്ന് പറയുന്ന റെസൊല്യൂഷൻ, അതായത് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച ശേഷമുള്ള റെസൊല്യൂഷനാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഇവിടെ കാണുന്ന ആ റെസൊല്യൂഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലേ. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് എന്താ പറയുക, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്, അതായത് അപ്സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഇതാണ്, എപ്പോഴും ഹൈറസ് ഫിക്സ് ഓൺ ആക്കി ഇട്ടിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് നല്ല സമയം പിടിക്കും. അതിനും നല്ലത്
നിങ്ങൾ സാധാരണ രീതിയിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന പോലെ ഇമേജ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു സീഡ് വാല്യൂ നിങ്ങളുടെ കിട്ടും. അപ്പോൾ ആ സീഡ് വാല്യൂ എടുത്ത് ആ സീഡ് ബോക്സിനകത്ത് അടിക്കുക, അല്ലെങ്കിൽ അവസാനം ഉപയോഗിച്ച സീഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്. അത് ആഡ് ചെയ്ത ശേഷം ഒന്നും കൂടി ഹൈറസ് ഫിക്സ് ഓൺ ആക്കിയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അപ്സ്കെയിൽ ചെയ്ത ഇമേജ് കിട്ടുന്നതായിരിക്കും. അല്ലാതെ എപ്പോഴും അപ്സ്കെയിൽ ചെയ്യാൻ നിന്നാൽ എന്ത് പറ്റും, സമയം പോവും. ഇനി എൻ്റെ കയ്യിൽ വേറെ കുറേ ഇമേജ് കൂടി ഉണ്ട്. ഒരു സൂപ്പർ ഗേൾ ഫ്രം സൂപ്പർമാൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇമേജ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ കിടക്കുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജ് ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം സീഡ് വാല്യൂ ഒക്കെ ഇപ്പോൾ വ്യത്യാസമാണ്. കണ്ടില്ല, ഈ സീഡ് വാല്യൂ ഒക്കെ നമ്മുടെ ഇമേജ് ജനറേഷനെ വളരെ ബാധിക്കുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ തവണ ഞാൻ ഈ ഹൈറസ് ഫിക്സ് ഓഫ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഫാസ്റ്റായിട്ടാണ് ഇമേജ് ജനറേറ്റ് ആവുന്നതെന്നുള്ളത്. ഇതാ നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയിരിക്കുകയാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ഒരു അന്യഗ്രഹ ജീവിയുടെ വണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ ഗേളിനെയാണ് ഉദ്ദേശിച്ചത്. സൂപ്പർ ഗേളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ജനറേഷനേക്കാളും വ്യത്യാസമാണ്. അതായത് ഞാൻ സൈറ്റിൽ സിവിറ്റയിൽ അപ്ലോഡ് ചെയ്തതിനേക്കാളും ചെറിയ വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഈ സീഡ് വാല്യൂ ഇനിയും മാറ്റി കഴിഞ്ഞാൽ അതനുസരിച്ച് പിന്നെയും മാറും. ഞാനിപ്പം സീഡ് വാല്യൂ നമുക്ക് ഓട്ടോ ആക്കാം, അതായത് അത് തന്നെ തീരുമാനിക്കട്ടെ. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡമൈസ് ആയിട്ടുള്ള സീഡ് വാല്യൂ അങ്ങ് ഉപയോഗിക്കും. അതായത് റാൻഡം ആയിട്ടുള്ള വാല്യൂ ഉപയോഗിക്കും. അപ്പോൾ അതനുസരിച്ച് ഇമേജ് ജനറേഷനകത്ത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, അപ്പം ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ല, ആ ജനറേഷനുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഔട്ട് എടുക്കും, ഇപ്പോൾ വരും, ഇതാ വന്നു. ഇതാ കണ്ടില്ലേ, നേരത്തെ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഇമേജ് വ്യത്യാസമായിട്ട് വന്ന് കാണാൻ പറ്റും, കണ്ടില്ലേ. ഓക്കെ, അപ്പം എന്താ പറയുക, ഒരു ഇമേജ് ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്താണ് സീഡ് റാൻഡം ഈ -1 എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. എന്നിട്ട് പിന്നെ ജനറേറ്റ് ചെയ്ത് നോക്കുക. ഏറ്റവും നല്ല ഇമേജ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെടുക്കുക. ഓക്കെ, പിന്നെ ഇത് ജനറേഷൻ ചെയ്യാൻ എടുത്ത സമയം, എൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ RTX 4060 Tiക്ക് 8 GB ആണ് വരുന്നത്. അപ്പം 17 സെക്കൻഡ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും പെർഫോമൻസ് കൂടിയതോ ഒക്കെ ആണ് നിങ്ങളുടെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് ഫാസ്റ്റ് ആയിരിക്കും പെർഫോമൻസ്. ഔട്ട് എടുക്കുന്നത്. ദാ അടുത്ത ജനറേറ്റ് ആയി, കണ്ടില്ലേ. ഇപ്പോൾ പിന്നെയും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ശരിക്കും ഉദ്ദേശിച്ച ആ ഒരു ഏലിയൻ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ വാല്യൂസ് എല്ലാം മാറ്റം വരുത്തി നോക്കുക. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ.